അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു നിമിഷം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന്. ഡെഫിനിറ്റ്ലി നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഈ വ്യക്തിയെ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തിൽ നിങ്ങൾ അവരെ അവഗണിക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കണം. അവരെ ചേസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പേരിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവാണ്. നിങ്ങൾ അവരിൽ നിന്ന് അകന്ന് മാറിപ്പോവുകയാണോ? അതുപോലെ തന്നെ നിങ്ങൾ ഇനി അവരുടെ ലൈഫിലേക്ക് തിരികെ വരില്ലേ? ഇത്തരം ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്. ഡെഫിനിറ്റ്ലി അവർക്ക് ആ ഒരു ഡൗട്ടാണ്. നിങ്ങൾ അവരിൽ നിന്നും മൂവ് ഓൺ ആകുന്നുണ്ടോ എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ. ആ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളും അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസിലാണ് എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, ദിവസങ്ങളൊക്കെയും അവർക്കിപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയ രീതിയിലേക്ക് ആകണമെന്നവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇത്ര നാളും അവർ നിങ്ങളെ അവഗണിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാണ്ട് പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് തന്നെ അത് അവർ ചെയ്തു പോയൊരു തെറ്റായി പോയി എന്ന് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അവരിപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ നടത്തുകയാണ്. ഈ ഒരു സമയത്ത് അവർക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ലൈഫിൽ വരുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് കൺസിഡർ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. ഡെഫിനറ്റ്ലി അവരിപ്പോൾ എന്ത് സാക്രിഫൈസ് ചെയ്യാനും തയ്യാറാണ് എന്നാണ് അവർ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫീലിങ്സ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്ന് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എന്താണ് അവർ അടുത്തൊരു മൂവ്മെന്റ് എടുക്കേണ്ടത്, ഒരു ആക്ഷൻ എടുക്കേണ്ടത് എന്ന് അവർ ഡിസൈഡ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി അതോറിറ്റി. ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് വലിയ പ്രോബ്ലംസ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ ഉറച്ച തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളത് ഇത് അനുയോജ്യമായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ചേസിങ് നിർത്തി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കാരണം ആ ഒരു എനർജി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അവർ നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്തത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുള്ള ആഗ്രഹം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ എത്തിച്ചേരും. ഓക്കെ. യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഡിസിഷനിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്. ഓക്കെ.
അവർക്കിപ്പോൾ ഒരുപാട് ലോസ് ഫീലിംഗ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ലൈഫിന് ഒരു വലിയ മാറ്റം സംഭവിക്കണം എന്ന് അവരൊരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസിഷനിൽ ഉറച്ച് നിൽക്കുക. നിങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി ഓൾറെഡി ചേസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട് എങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പോസിബിൾ ആണ് ആ ഒരു കാര്യം. ഓക്കെ. മൈ ഹാർട്ട് ഈസ് കോളിംഗ് യു. ഓക്കെ. വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെ അവർ നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഹൃദയം നിങ്ങളെ വിളിക്കുന്നുണ്ട്. ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗിവ് മീ ടൈം. ഓക്കെ. തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്നും കുറച്ച് സമയമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അവരുടെ മനസ്സുകൊണ്ട് ഇപ്പോൾ അവർ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. ഐ റിഗ്രറ്റ്. ഓക്കെ. അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ അവർക്കിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. ആൻഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു. ഓക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് I feel empty without you. I'm changing and learning some hard lessons right now. Okay. ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എംപ്റ്റിനെസ് ആണ്. നിങ്ങളില്ലാണ്ട് അവർക്ക് അവരുടെ ലൈഫ് എംപ്റ്റി ആയി പോയി എന്ന് തോന്നുകയാണ്. അതുപോലെ തന്നെ അവരിപ്പോൾ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോവാണ്. അവർക്ക് ഒരുപാട് ലെസൺസ് അവരിപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ട നിമിഷം മുതൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് ലെസൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ. The day I have let you go was the hardest day of my life. Okay, again വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായ ദിവസമാണ് അവരുടെ ലൈഫിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ദിവസം എന്നവർ മനസ്സിലാക്കുന്നു. ആൻഡ് right now I am realizing that I was selfish and immature. Please forgive me. I am sorry, sorry, sorry. എല്ലാ മെസ്സേജും വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി എന്ന് പറയുന്നല്ലോ. അവർ സെൽഫിഷ് ആയിട്ടോ ഇമ്മച്ചുവർ ആയിട്ടോ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളോട് ഒരുപാട് തവണ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. അത്രയധികം അവർക്ക് ഇപ്പോൾ ഒരു വിഷമം മനസ്സിൽ തോന്നുന്നുണ്ട്. യു ആർ മൈൻ, ഐ ലവ് യു. നീ എൻ്റേതാണ്, ഞാൻ നിന്നെ അത്രയധികം പ്രണയിക്കുന്നു എന്നും അവർ നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ.